ചെറുപ്പക്കാരനായാലും ഇറ്റ്സ് ഓക്കെ, പ്ലീസ് എൻ്റെ മോളെ വിട്, പ്ലീസ് അങ്ങനെ ചോദിക്കുന്ന ആ സീൻ, ഇറ്റ്സ് എ വെരി വെരി ഇമോഷണൽ സീൻ. ഏതമ്മ എത്ര വാട്ട് എവർ ഷീ ഈസ് യുനോ, അത് ആ സമയത്ത് ആ റാണിയുടെ ക്യാരക്ടർ ഒരു നോർമൽ ഒരു ഹൗസ് വൈഫാണ്. ബട്ട് ആ സമയത്ത് ദാറ്റ് അമ്മ ക്യാരക്ടർ ആരായാലും ഇപ്പോൾ ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വെരി ബിഗ് പ്രൊഫഷണൽ, എന്തോ ഒരു വലിയ ഒരു ഒരു പ്രൊഫഷണൽ ഒരു how do I put it, എന്ത് സ്റ്റേച്ചറിലുള്ള ആയാലും they will definitely come down for their daughter, for their ആരായാലും അങ്ങനെ ചെയ്യും, ആരായാലും they will plead, they'll say please don't, അങ്ങനെ പ്ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അത് that's a very emotional scene ആണ്. that is very nice scene, very important scene and favorite scene. അതേപോലെ ഇത്ര നടന്നിട്ട് പിന്നെ എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ മാറ്റി കീറ്റി ചെയ്തിട്ട് എങ്ങനെ മോളുടെ ലൈഫ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ആ സമയത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അയ്യോ എൻ്റെ മോളുടെ ലൈഫ് പോയി പോവുമെന്ന ഒരു പേടിയിൽ കരഞ്ഞ് ജോർജ് കുട്ടിയോട് പറയുന്ന ആ സീൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി. അപ്പോൾ ആ സമയത്ത് ജോർജ് കുട്ടിയും വേണം, മോളും വേണം, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോവോ, എൻ്റെ ഫാമിലി ഇങ്ങനെ ആയിപ്പോവോ, ആ പേടിയും ആ വേദനയും, ദാറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, രണ്ടും രണ്ട് വെരി ഇമോഷണൽ വെരി ബ്യൂട്ടിഫുൾ സീൻസ് ആണ്. സോ ഐ വുഡ് സേ ബോത്ത്, ഐ കാൻറ്റ് ജസ്റ്റ് ചൂസ് വൺ. ഇപ്പൊ ദൃശ്യം 2 ഇവര് രണ്ടുപേരും ബുദ്ധി കൊണ്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഗീതാ പ്രഭാകർ അവിടെ 2 പോലീസുകാരെ തന്നെ ദുരന്തറിനെ പോലെ രണ്ടുപേരെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെ ഇവിടെ അപ്പൊ ജോർജ് കുട്ടി തന്നെ മുമ്പിൽ കണ്ട് CCTV പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്ന് പക്ഷെ CCTV പ്ലേസ് ചെയ്തതിനേക്കാൾ അടിപൊളി ബുദ്ധിയായിട്ട് തോന്നിയത് ഇവർ രണ്ടുപേരും പ്ലേസ് ചെയ്തില്ല. കാരണം ഇവരിൽ നിന്ന് കറക്റ്റ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അഞ്ജലിയുടെ ഒക്കെ മുഖം കണ്ടാലും നമുക്ക് എല്ലാ സത്യം തുറന്നു പറയാൻ തോന്നുന്നു. അപ്പൊ 2 കാണുമ്പോ ആരുടെ ബുദ്ധിയായിരുന്നു കുറച്ചുകൂടി അടിപൊളി തോന്നി, കുറച്ചുകൂടി ഷാർപ്പ്? ആരുടെ ബുദ്ധി? പ്രഭാകരന്റെ ആയിരുന്നോ അതോ ജോർജ് കുട്ടി ആയിരുന്നോ? ടാക്ടിക് വൈസ് രണ്ടും കട്ടയ്ക്ക് കട്ടയല്ലേ. അതന്നെ ഇപ്പൊ എന്താ പ്രഭാകരന്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ പ്ലേസ് ചെയ്യാന്നുള്ളത്, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ. പക്ഷെ അത് മുൻകൂട്ടി കണ്ടത് ലാലേട്ടൻ ഇതെല്ലാം ആദ്യം തൊട്ടേ എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാ ചിലപ്പോ സാധ്യതകൾ ഉണ്ടാവുക, ലൈക്ക് വാട്ട് ആർ ദ പോസിബിലിറ്റീസ്, ഈവൻ ഇവര് തുറന്ന് പറഞ്ഞാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു ഇത് ലാലേട്ടൻ ആദ്യം തന്നെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു വർഷത്തില് ഇപ്പൊ ആഗസ്റ്റ് 2, 3 എന്നൊക്കെ പറയുമ്പോ നമുക്ക് പെട്ടെന്ന് ദൃശ്യം ഓർമ്മ വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയറായിട്ട് മാത്രം നടക്കുന്നതല്ലേ. സോ ആഫ്റ്റർ എഫക്ട് ഓഫ് ദൃശ്യം എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ലൈഫിൽ പേഴ്സണലി? ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആഗസ്റ്റ് 2, 3 ജോർജ് കുട്ടി പാറേപ്പള്ളി പോയ ദിവസം അങ്ങനെയാണ് ഭയങ്കര നാച്ചുറലി വരുന്നത്. പാറേപ്പള്ളി 2021 പാറേപ്പള്ളി ആക്ച്വലി ചർച്ച പുതുക്കി പണിതുകൊണ്ടിരുന്ന സമയത്ത് മനോരമ റിപ്പോർട്ട് ചെയ്തത് ദൃശ്യത്തിൽ ജോർജ് കുട്ടിയും കുടുംബവും പോകുന്ന പള്ളി ആ പള്ളിയാണിത് എന്ന് സ്പെസിഫിക്കലി എടുത്ത് മെൻഷൻ ചെയ്തേക്കാം. അത്രയൊരു കൾച്ചറൽ റെലവൻസ് ഉണ്ട് ഇപ്പോൾ ആ പടത്തിന്. സോ ആഫ്റ്റർ ദൃശ്യം ഫ്രാഞ്ചൈസ് എന്തൊക്കെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പെർഫോമർ? എല്ലാം മാറി മറിഞ്ഞില്ലേ, എല്ലാം മാറി മറിഞ്ഞു. ഞാൻ ഒരു സിനിമ ഒരു പ്രൊഫഷൻ ആക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുള്ള ആളല്ല. ഒരു രസത്തിനായിരുന്നു കുങ്കുമപ്പൂ എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഒരു 1-2 സിനിമകൾ അഭിനയിച്ചു, അത്രേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും ദൃശ്യത്തിന്റെ തന്നെ തമിഴും കന്നഡവും ഒക്കെ പല പല മറ്റു ഭാഷകളിലേക്ക് എത്തിപ്പെടാൻ പറ്റി. ദൃശ്യം എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും ഗീതാ ഐപ്പസിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നു. ഏത് സിനിമ വന്നാലും ആ കഥാപാത്രവുമായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നു. സോ ജീവിതത്തിൽ ഒരു വലിയൊരു, എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ചിത്രമാണ് ദൃശ്യം. ഇപ്പൊ അമേരിക്കയിലാണോ അതോ നാട്ടിലാണോ? അമേരിക്കയില, ദുബായില്. അല്ല, ദീപ പ്രഭാകർ. ഞാൻ ദുബായിലാണ്. അതെ, അല്ലല്ല, ക്യാരക്ടർ ദൃശ്യത്തിലെ ക്യാരക്ടർ. മനസ്സിലായി, എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റും. ആശുശരത്ത് ദുബായിലാണ്. That's a good one. എന്തൊക്കെയാ മാം വന്ന വ്യത്യാസം ആഫ്റ്റർ? To be honest, ഞാൻ ദൃശ്യം 1 ചെയ്തപ്പോൾ ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസ് ആവുമെന്ന് വിചാരിച്ചില്ല. വി നെവർ, ഞാൻ മാത്രമല്ല ആരും വിചാരിച്ചിട്ടില്ല. നോബഡി എക്സ്പെക്ടഡ്. ചൈനീസ് റീമേക്ക് ഒക്കെ, ചൈനീസ് റീമേക്ക് ഒക്കെ, പിന്നെ അത് വേറൊരു ലാംഗ്വേജിൽ ചെയ്യുന്നതും, പിന്നെ ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3, ഇറ്റ് ഈസ് ലൈക്ക്, and it's
എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുന്നത് പോലെ. ഇറ്റ് ബിക്കെയിം സോ ബിഗ്, ഇറ്റ്സ് സോ ബിഗ്. ആൻഡ് അതിൽ ഞാനൊരു ഭാഗമായിട്ടുള്ളത്, ഇറ്റ്സ് റിയലി വെരി ഹാപ്പി ആൻഡ് ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് എന്നാ പറയണം ഞാൻ. ബിക്കോസ് ഐ റിയലി ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. ഇൻഫാക്ട് ദൃശ്യം 2 ചെയ്യുമ്പോൾ കോവിഡ് ടൈമിലാണ് ചെയ്തത്. ആന്റണി വിളിച്ചിട്ട് ഹി വാസ് ലൈക്ക് ദൃശ്യം 2 ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ആക്ച്വലി ത്രിൽഡ്. ചെയ്യാലോ, ഓ വെരി ഗുഡ്, ഓ ഞാൻ ഇത് വിചാരിച്ചിട്ടില്ല. ദൃശ്യം 2 ഈ സീക്വൽ എന്ന് പറയുന്നതെല്ലാം വളരെ പുതിയതായിട്ടുണ്ടായിരുന്നു എനിക്ക്. You did any films before? No, first time. ഓ So അതുകൊണ്ട് നല്ല എനിക്ക് ഉദ്ഘാടനം. yeah, okay. And Jeetu called up, he narrated എല്ലാം over the phone. ഓക്കെ He told me the story. എല്ലാം കേട്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓ വാവ്, എന്റെ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ട് ദൃശ്യം 2. ഓക്കെ ഫൈൻ, ചെയ്യാം. എപ്പോ ഷൂട്ടിംഗ്? ഇപ്പൊ നെക്സ്റ്റ്. ഐ വാസ് ലൈക്ക് കോവിഡ് സമയത്ത് എങ്ങനെ ഷൂട്ടിംഗ്? ദാറ്റ് ഹോൾ എക്സ്പീരിയൻസ് ഇറ്റ്സെൽഫ് വാസ് സോ ന്യൂ. ദൃശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ കാൺട്ട് ഫർഗെറ്റ് എനിത്തിങ് അബൌട്ട് ദൃശ്യം. ദൃശ്യം 1, ദൃശ്യം 2 ആൻഡ് നൗ ദൃശ്യം 3. എത്ര പ്രാവശ്യം ഞങ്ങളൊക്കെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതെ, ഐ ഹാഡ് ടു കം കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഡ്രസ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാ വന്നത് PPE ഞാൻ. kit, PP കിറ്റ് അതൊക്കെ ചെയ്തിട്ടാ. ആൻഡ് വന്നിട്ട് then I had to like Yeah. quarantine here for another 1 week. പിന്നെ they used to do the test. Then after the result I go for shoot. എല്ലാവരും, not artist മാത്രമല്ല, the whole unit they did that. ലൊക്കേഷന് പുറത്ത് പോയാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ വീണ്ടും കോവിഡ് ടെസ്റ്റ് Yeah. ചെയ്തു. പക്ഷെ അതുകൊണ്ട് നമ്മളെ ലൊക്കേഷനിൽ ആർക്കും ആ സമയത്ത് ഒരാൾക്കും കോവിഡ് വന്നില്ല. Yeah. പോയാൽ എങ്ങാനും 2 ദിവസത്തിന് പോയാൽ തിരിച്ചു വരുമ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഉള്ളിൽ വന്നുകൊണ്ടിരുന്നത്. The whole unit was like in a bubble. Hotel, shoot. Yeah. Hotel, shoot. അത്രേ like ഉള്ളൂ. Oh, it was an experience, seriously. പ്രൊഡക്റ്റും അത്രയും Yeah, ഗംഭീരായിരുന്നു. yeah, yeah, അത് yeah. ആവർത്തിക്കട്ടെ. പോണേക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ നൈനികയുടെ ഓൺ സ്ക്രീൻ ഡാഡ് ഇന്ന് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിം ചേഞ്ചർ ആയി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. നൈനിക വിജയ് സാറിന്റെ ഈ അച്ചീവ്മെന്റ് ഒക്കെ അറിയുന്നുണ്ടോ? Oh, yes, of course. അറിഞ്ഞു, and she even wished him over Okay, the okay. phone. Yeah, yeah. What She did was he so was- thrilled. She was very, very thrilled. എന്താ പറയാ? ഓക്കെ, ഇനിയും വരുമോ ദൃശ്യം 4? എന്തെങ്കിലും പറഞ്ഞു വെച്ചത് സാർ? ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് സമ്മതിക്കണം, ഇത്രയധികം രഹസ്യങ്ങൾ തലയിൽ വെച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആ ഇന്റർനാഷണൽ പ്രൊഡക്റ്റിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. പറഞ്ഞ പോലെ ഇനിയും നിങ്ങൾക്ക് ഒരു 2-3 ഡെക്കേഡും കൂടി ഈ ഓടാനുള്ള ഫ്യൂവൽ തരും ഒരുപക്ഷെ ദൃശ്യം 3യുടെ ഒരു വലിയ സക്സസ്. ഡെഫിനറ്റ്ലി അത് സംഭവിക്കട്ടെ, സിനിമ സംസാരിക്കട്ടെ. ആൻഡ് അദ്ദേഹം ഏറ്റവും വലിയ ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് ആയിട്ട് തുടരട്ടെ. ജിത്തു ജോസഫ് നേരത്തെ ഒരുപാട് നമസ്കാരം. Thank you. താങ്ക് യു. Thank you.